കലോത്സവ വേദിയിൽ തൊപ്പി പറഞ്ഞത് സമൂഹത്തിനേറെ ചിന്തിക്കാനുള്ള വിഷയമായിരുന്നു. ശരിതെറ്റുകൾ വിലയിരുത്തും മുന്നേ തൊപ്പിമാരെ സൃഷ്ടിക്കുന്നത് ആരെന്ന ചോദ്യമാണ് മോണോ ആക്ട് വേദിയിലെ തൊപ്പി ഉയർത്തിയത്. മലപ്പുറം കൊട്ടുകര PPM HSSലെ അമൽ രാധാകൃഷ്ണനാണ് മോണോ ആക്ട് വേദിയിൽ തൊപ്പി അവതരിപ്പിച്ചത്. ഈ സ്ക്രീനിൽ ഞാനാണ് രാജാവ്. ഈ തൊപ്പിയാണ് എൻ്റെ കിരീടം. മോനെ, ഈ വാതിലൊന്ന് തുറക്ക്. മനുകുട്ടി, ഈ ചോറൊന്ന് കഴിക്ക്. 4 ദിവസമായി ഓനെ വാതിലൊന്ന് തുറന്നിട്ട്. കൊല്ലങ്ങളായി ഓൻ്റെ വാപ്പാനോടൊന്ന് മിണ്ടിയിട്ട്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കണ്ടോ? ഞാൻ നിങ്ങളുടെ പഴയ മോനല്ല, ലക്ഷക്കണക്കിന് ആരാധകരല്ല, തൊപ്പിയാണ്. ആ തൊപ്പി തോറ്റവൻ്റെ മോനെ. മനുകുട്ടി, ആ തൊപ്പി വെച്ചതില് എനിക്കും ഓൻ്റെ ഉപ്പാക്കും ഈ കാണുന്ന നാട്ടാർക്കും പങ്കുണ്ട്. ഈ സമൂഹം തൊപ്പി ഇടിപ്പിച്ച ഒരാളാണ്. എന്നെ ആരും അനുകരിക്കരുത്. ആരും 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 തൊപ്പിമാരുടെ ശരിതെറ്റുകൾ വിലയിരുത്തുന്നതിന് മുൻപ് അവരെങ്ങനെ ആ തൊപ്പിമാരായെന്ന് ചിന്തിക്കണമെന്ന് കൂടിയാണ് മോണോ ആക്ട് വേദിയിൽ നിന്ന് ഈ മിടുക്കൻ ഓർമ്മിപ്പിക്കുന്നത്. നീ എന്താണ് അവസാനം പറഞ്ഞു വെച്ചത്? തോറ്റ് തൊപ്പിയിട്ടവരെ അനുകരിക്കുന്നവരും ജയിച്ച് തൊപ്പിയിട്ടവരെ അനുകരിക്കുകയാണ് നല്ലത്. അതാണ് സമൂഹമാണ് തൊപ്പികളെ, അതായത് ആൾക്കാർ സൃഷ്ടിക്കുന്നത്. നല്ല ആൾക്കാരെ സൃഷ്ടിക്കുന്നുണ്ട്, ചീത്ത ആൾക്കാരെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം ഇവിടെ തൊപ്പീനെ സൃഷ്ടിച്ച സമൂഹമാണ് ചീത്ത തൊപ്പിയാക്കി മാറ്റിയത്. അപ്പോൾ നമ്മൾ തൊപ്പിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരെങ്ങനെ അങ്ങനെ ആയി എന്നുകൂടി ചിന്തിക്കണം എന്നാണ് പറയുന്നത്, അല്ലേ? ജയിച്ച് തൊപ്പിയിട്ട് ഈ മിടുക്കൻ ഈ കലോത്സവ വേദിയിൽ നിന്ന് മടങ്ങട്ടെ എന്ന് ആശംസിക്കാം. അയ്യപ്പദേവിനൊപ്പം നിഖിൽ മലപ്പട്ടം, കൈരളി ന്യൂസ്.